ഹലോ ഗൈസ്, അപ്പോൾ കഴിഞ്ഞത്തെ വ്ളോഗ് നമ്മൾ ഇവിടെയാണ് നിർത്തിയത്. ഇപ്പോൾ എവിടെ പോകണമെന്ന് തമിഴിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി. യെസ്, മണാലി പോവാണ്. അപ്പോൾ 6 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഈ വ്ളോഗ് മണാലി മൊത്തം കണ്ടു തീർക്കും. കാരണം എനിക്ക് അറിഞ്ഞുകൂടാ, അത്രയും ഷോർട്ടായിട്ടാണ് ഞാൻ ഈ വ്ളോഗ് എടുത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മണാലിയിലോട്ട് ബസ്സിലാണ് പോകുന്നത്. വോൾവോ ബസ് ഉണ്ട് ഡൽഹിയിൽ നിന്ന്. അങ്ങനെ അപ്പോൾ നമ്മളൊരു പാക്കേജിലാണ് പോകുന്നത്. ഡൽഹി ടു ഡൽഹി പാക്കേജാണ്. അതായത് ഡൽഹിയിൽ നിന്ന് മണാലിയിലോട്ടുള്ളതും മണാലിയിലത്തെ മൊത്തം കാര്യങ്ങളും പിന്നെ തിരിച്ച് ഡൽഹിയിലോട്ടുള്ള കാര്യങ്ങൾ അവർ ബുക്ക് ചെയ്ത് തരും നമുക്ക്. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മണാലിയിൽ എത്തിയിട്ടുണ്ട്. ഈ ബസ് ടെർമിനലിൻ്റെ അവിടെ നിർത്തും. എന്നിട്ട് നമ്മുടെ ഡ്രൈവർ വന്ന് പിക്ക് ചെയ്ത് മണാലി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം എക്സ്പെക്ട് ചെയ്ത് ലൈക്ക് ഒരു ഫുൾ സ്നോ പാർക്കൊക്കെ പോലെ ഫുൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഫുൾ സ്നോ ആയിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, ഊട്ടി മൂന്നാറൊക്കെ പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷെ നിങ്ങൾ വെയിറ്റ് ആൻഡ് വാച്ച്. അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. നമ്മൾ റോക്ക് ലാൻഡിൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് സ്റ്റേ ചെയ്യുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ റൂമിൻ്റെ വ്യൂ. ഞാൻ വന്ന പാടെ തന്നെ വീഡിയോ എടുത്താണ്. കാരണം പിന്നെ ഡ്രസ്സൊക്കെ വലിച്ചവരിട്ട് ആകെ വൃത്തിയിടാം. ബാൽക്കണിയുടെ അവിടെ നിന്നൊക്കെ നല്ല വ്യൂ ആണ്. പക്ഷെ ഫോക്കസ് ആയില്ല ക്യാമറ. പിന്നെ അതുമാത്രമല്ല, രാവിലെയും രാത്രിയും നമുക്ക് ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല കേട്ടോ, അത്ര തണുപ്പാണ്. അങ്ങനെ നമ്മൾ ഫ്രഷൊക്കെ ആയിട്ട് വന്നിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് മോമോസും ബ്രെഡ് ഓംലേറ്റൊക്കെ കഴിച്ച് നേരെ ഹഡിംബ ടെമ്പിളിലോട്ട് പോയി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇവിടെ നിന്ന് ഞാൻ അധികം വീഡിയോസ് എടുത്തിട്ടില്ല. മൊത്തപ്പടി ഈ വ്ളോഗിൽ മര്യാദയ്ക്ക് വീഡിയോസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ മറ്റു ഡ്രസ്സൊക്കെ എടുത്ത് ഫോട്ടോ എടുത്തിട്ടുണ്ടായി. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നും അങ്ങനെ കയറിയില്ല കേട്ടോ. നമ്മൾ വേഗം അത് കണ്ടിറങ്ങി. അതിനുശേഷം മൊണാസ്ട്രി പോയി. മൊണാസ്ട്രിയും പെട്ടെന്ന് കണ്ടങ്ങൾ ഇറങ്ങി. പിന്നെ നമ്മുടെ ടൂറിൻ്റെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായി അധികം ലേറ്റായിട്ട് നിൽക്കണ്ട, ഫസ്റ്റ് ആയതുകൊണ്ട് ബോഡിക്ക് പെടുന്ന ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. പിന്നെ മാൾ റോട്ടിലും പോയിട്ടുണ്ടായി ഷോപ്പിങ്ങിന്. അതിന് ചായ എന്ന നിലക്ക് നമ്മൾ KFC ഒക്കെ കഴിച്ചിട്ട് നേരെ റൂമിലോട്ട് വന്ന് റൂമിൽ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഡിന്നറിനായിട്ട് ടൊമാറ്റോ സൂപ്പ് ഉണ്ട്, സാലഡ് ഉണ്ട്, നാനുണ്ട്, പുലാവുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നോർത്ത് ഇന്ത്യൻ വെറൈറ്റീസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കീറുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് അന്നത്തെ രാത്രി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗിലെ വ്യൂ ആണിത്. പുറത്തുനിന്നൊന്നും എടുക്കാനുള്ള തണുപ്പ് സഹിക്കാൻ പറ്റുന്ന, റൂമിൻ്റെ ഉള്ളിൽ വരെ ഭയങ്കര തണുപ്പാട്ടാണ്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആലു പൊറാട്ട ഉണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്, അങ്ങനെ കേട് പിക്കിള ഉപ്മാവൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഫുഡ് കഴിക്കുന്ന അവിടുത്തെ വ്യൂ നല്ല രസമാട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഇപ്പോൾ സലാങ് വാലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും നമ്മുടെ ഹോട്ടൽ പ്രൊവൈഡ് ചെയ്യും. ഉച്ചക്കത്തെ പിന്നെ നമ്മൾ ഈ പറഞ്ഞുള്ള ഡെസ്റ്റിനേഷൻ കാണാൻ പോകണോണ്ട് എവിടെയെങ്കിലുമൊക്കെ കഴിക്കും. അങ്ങനെ നമ്മൾ സലാങ് വാലി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിക്കൊക്കെ കുറച്ചൊക്കെ സ്നോ ഉണ്ടപ്പോൾ കുറച്ച് സമാധാനമായി. പക്ഷേ ഇത് സോഫ്റ്റ് ആയിട്ടുള്ള സ്നോ അല്ല കേട്ടോ. കണ്ട ഇങ്ങനെ സ്നോ വീണ് കുറച്ച് മുന്നേ വീണ് മെൽറ്റായിട്ടുള്ള സ്നോ ആണ്. പിന്നെ ഇവിടുന്ന് ഒരു റൈഡിലൊക്കെ കയറിയിട്ടുണ്ടായി, തലയും കുത്തിയൊക്കെ വീണ്. അത് നല്ല കോമഡി ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ സ്നോ നമുക്ക് അത്ര ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ അട്ടൽ ടണലിൽ പോകാമെന്ന്. അങ്ങനെ നമ്മൾ അട്ടൽ ടണലിൽ പോയി. അവിടെ കുറച്ചുകൂടി നല്ല സ്നോ ഉണ്ടായിട്ടാണ്. പിന്നെ ഇവിടുത്തെ തണുപ്പ് നല്ല ഭീകര തണുപ്പാണ്. നമുക്ക് തീരെ പറ്റൂല ഈ തണുപ്പ്. ഈ കോട്ടൊക്കെ ഇട്ടിട്ടും നല്ല തണുപ്പുണ്ടായിട്ടാണ്. കാരണം മണാലി ഒരു ഹിൽ സ്റ്റേഷനാണല്ലോ. അതിൻ്റെ അപ്പുറത്തൊരു മൗണ്ടനിലോട്ടാണ് നമ്മൾ ടണലൊക്കെ കിടന്ന് വന്നതാണ്, അട്ടൽ ടണൽ. അങ്ങനെ അവിടെ നിന്നൊരു മാഗിയൊക്കെ കഴിച്ച് കുറേ ഫോട്ടോസ് എടുത്ത് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ പോയി ടണലിൻ്റെ ഉള്ളിൽ. ഈ ടണൽ അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 9 കിലോമീറ്റർ അത്രയൊക്കെ ഉണ്ട്. പിന്നെ അവിടുന്ന് ഞങ്ങൾ മര്യാദക്ക് തണുപ്പ് പറഞ്ഞ ഫോട്ടോസ് എടുക്കാത്തതുകൊണ്ട് സൈഡിലൊരു സ്ഥലത്ത് നിർത്തിയിട്ട് സ്നോൻ്റെ അവിടെ നിന്ന് ഫോട്ടോസ് കുറച്ചുകൂടി എടുത്ത് കണ്ട അങ്ങനത്തെ സ്നോ ആണ്, കട്ടിയുള്ള. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡും കഴിച്ച് പിന്നെ കുറച്ച് നേരം റൂമിലിരുന്നിട്ട് മാൾ റോഡിൽ ഷോപ്പിങ്ങിന് വന്നിട്ടുണ്ടായി. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ഇനി ഞാൻ പറഞ്ഞില്ല, അതൊന്നും മര്യാദയ്ക്ക് ഞാൻ എടുത്തില്ല. എനിക്കറിഞ്ഞൂടാ ഞാൻ ഇത് ബോധത്തിലിരിക്കണമായിരുന്നെന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. യെസ്, വീണ്ടും സൂപ്പുണ്ട്. സൂപ്പാണ് ഇവിടുത്തെ തണുപ്പിനൊരു ആശ്വാസം കേട്ടോ. കാരണം ബ്ലാങ്കറ്റിന് വരെ തണുപ്പ് കാരണം ഒരു നനവ് പോലത്തെ ഫീല്. അപ്പോൾ നമുക്ക് തീരെ പറ്റൂല. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് കുറച്ച് നേരം TV ഒക്കെ കണ്ട് അങ്ങനെ അന്നത്തെ ദിവസവും കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഫോർകാസ്റ്റിൽ സ്നോഫോൾ ഉണ്ടായി. പക്ഷേ ഇവിടെ ഉണ്ടായില്ല. എന്നാലും കുറച്ചിങ്ങനെ വൈറ്റ് പോലത്തെ സാധനം കിടപ്പുണ്ടായി. പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ സ്നോഫോൾ. അപ്പോൾ അതിൻ്റെ വിഷമത്തിൽ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വന്ന് പോഹ, ചോലെ ഭട്ടൂര്, ബ്രെഡ് ആൻഡ് ജാമൊക്കെ ഉണ്ടായി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നോക്കിയപ്പോൾ പുറത്ത് നല്ല മഴ. അപ്പോൾ മഴയുടെ ഒക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് മഴ ആലിപ്പഴമായി, പെട്ടെന്ന് അത് സ്നോ ആയി. ഞങ്ങൾക്ക് പെട്ടെന്ന് ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം
ഞങ്ങൾ തീരെ എക്സ്പെക്റ്റ് ചെയ്തില്ല സ്നോ കിട്ടും എന്നുള്ള കാര്യം. അപ്പോൾ ഈ സ്നോ ഒക്കെ കണ്ട് സന്തോഷം ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് ഹെവി സ്നോഫോളായിട്ട് നമ്മൾ നിന്ന സ്ഥലം ബാൽക്കണിയുടെ അവിടെയൊക്കെ ഫുൾ ഇങ്ങനെ വൈറ്റായിട്ടൊരു മാജിക് പ്ലേസ് പോലെ ആയത്. ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ ഫീൽ എന്നുള്ള എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. നമ്മളെ ചെക്കൗട്ടിന് ടൈമായിട്ടുണ്ടായി, പക്ഷെ നമ്മൾ സ്നോ കാരണം കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് വന്നത്. എന്താ പറയുക, ഭയങ്കര ഹാപ്പിയായി സ്നോ കണ്ടപ്പോൾ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ നമുക്ക് കിട്ടുന്നുള്ളത്. ഇപ്പോഴും നല്ല സ്നോ അവിടെ പെയ്യുന്നുണ്ടായി. ഞങ്ങൾ ഇറങ്ങുമ്പോഴും നമ്മൾ കാറിലൊക്കെ കയറി തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക, ചെക്കൗട്ട് ചെയ്തിട്ട് റൂമിൽ നിന്ന്. പിന്നെ സ്നോ ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സംഭവം പണിയാണ് ഇറക്കാനായിട്ട്. അതിന് ശേഷം പിന്നെ നമുക്കിന്ന് കുളുവില ഫ്രൂട്ട് മാർക്കറ്റ് ഉണ്ടായി. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ആപ്പിളും വാങ്ങി. പിന്നെ ഒരു കാസിൽ പോലത്തെ സ്ഥലം ഉണ്ടായി, ഞങ്ങളതിൽ കയറിയില്ല. അങ്ങനെ അതൊക്കെ കണ്ടിറങ്ങി ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പം KFCന്ന് അതും കഴിച്ച് നമ്മൾ മണാലിനോട് ചാച്ച ബൈ ബൈ പറയാൻ പോവുകയാണ്. നമുക്ക് 5 മണിക്കുള്ള ഡൽഹിയിലോട്ടുള്ള ബസ്സായിരുന്നു. അപ്പോൾ അതിലൊക്കെ കയറി തിരിച്ച് വരുന്ന ടൈമിൽ കുറച്ച് സാഡൊക്കെ സംഭവം. തണുപ്പ് കാരണം വീട്ടിൽ പോകണമെന്ന് തോന്നിയെങ്കിലും സ്നോഫോളൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മുടെ മണാലി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി ഡൽഹിയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ടാറ്റാ ബൈ, സീ യു.